ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജിമ്മിലെ ഇഫ്താർ മീറ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. പിന്നെ ഞങ്ങൾ ജിമ്മ് മാളിൻ്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് സാധനം വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. അത് വലിയ കിട്ടലാണ് കേട്ടോ. സാധനം വാങ്ങിക്കാൻ പോണേ നമ്മളെങ്ങനെ പോണേ നമ്മളോ സൂപ്പർ മാർക്കറ്റ് എന്തിന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ. ഈ ട്രോളിയുടെ ആവശ്യമൊക്കെ ഉണ്ട് വർസാന. ഇതെന്തായാലും മാത്രം വാങ്ങണേ. സൂപ്പർ മാർക്കറ്റ് മൊത്തമാണ് വാങ്ങിക്കുന്നത്. വലിയ കൊലൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് പാലും കൂടെ വാങ്ങണം. അപ്പോൾ നമ്മൾ പാല് 3 ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ജ്യൂസൊക്കെ അടിക്കുമ്പോൾ കുറച്ചധികം വേണ്ടി വരും. സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. വാങ്ങാൻ ഇതിൻ്റെ ഉമ്മയാണ് കേട്ടോ ഗൈസ്. അതെ, എനിക്ക് പറക്കാതെ പോയാലും ദിവസം പോയി. എൻ്റെ ഫ്രണ്ടാണ്. കുഴപ്പമുണ്ടാവില്ലേ? സ്മൈൽ സ്മൈൽ പ്ലീസ്. അതെ സീതാത്ത ഒരു ഹായ് കാണിക്കൂ. ഫേസ് കാണിക്കാം, ഞാനത് എടുക്കാം. ഫേസ് കാണിച്ചോ, ഫേസ് കാണിച്ചോ. ഓക്കെ, ഞാൻ തുറന്നിട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതൊക്കെ എവിടെ വെച്ചാൽ ഓൾറെഡി ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യം തന്നെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വെക്കട്ടോ, അതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഫുഡ് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ. ഫുഡ് ബിരിയാണിയാണ്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങോട്ട് കൊടുക്കും. വളരെ മോശമാണ് ഈ വരക്കുന്നല്ല പോലെ. പിന്നെ വരക്കാനറിയില്ല കേട്ടോ. ഇത് എന്താ സംഭവം? അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്, എനിക്കറിയില്ല വരക്കാനാണ്. ഇത്രയും വലിയ ചന്ദ്രക്കരൊക്കെ ഉണ്ടാവും.
ചന്ദ്രക്കര പിറ്റാനുള്ളതല്ലേ ഇതെന്തടി ചന്ദ്രനല്ലേ ചന്ദ്രൻ്റെ അനിയനാണ് അത് ചന്ദ്രൻ്റെ മൂത്താക്കയാണ്. ഇതൊക്കെ ബ്ലോഗിലുണ്ടല്ലോ. ഇതെന്താ ചന്ദ്രക്കലടി നമ്മളിവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെ അവസ്ഥ. അങ്ങനെ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ വരച്ച് സെറ്റാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു രൂപമൊക്കെ ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവൾ വരച്ചത് നിങ്ങൾ കണ്ടല്ലോ, അതിനേക്കാൾ ബെറ്റർ ഇതല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ. ഇതൊക്കെ ആൾക്കാർ പഠിപ്പിച്ചെന്ന് ABCD. ഞാനേ MA ഇംഗ്ലീഷാണ്. ട്രെയിനർ കോച്ച് ഫർസാന എങ്ങോട്ട് നോക്ക്. നല്ല എഴുതാനും വായിക്കാനൊക്കെ അറിയണ കുട്ടിയാണ് കേട്ടോ. കണ്ടില്ലേ ഇരുന്ന് എഴുതുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ കുട്ടീനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ. ഇത് നോക്കൂ ഗൈസ്, ഇവളുടെ എപ്പോഴും തീർന്നിട്ടില്ല. ഞങ്ങളാണെങ്കിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും വരുമ്പോൾ എന്താവുന്ന പോലും അറിയില്ല. മിക്കവാറും ചാൻസ് ഞാനിവിടുന്ന് മുങ്ങാനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വീട്ടിൽ പോലും മര്യാദയ്ക്ക് നേരെ ചൊവ്വ പണിയെടുക്കാത്ത ഞാൻ എത്രയും കാര്യബോധത്തോടെ ഞെട്ടലോടെ ഞാൻ എന്നെ നോക്കി നിൽക്കുകയാണിപ്പോൾ. ഇത് ഞാൻ തന്നെയാണോ ആണോ? അങ്ങനെ ഞാൻ എൻ്റെ യൂണിഫോം മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഡ്രസ്സ് ആക്കി, വേറെ ഒന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ യൂണിഫോം ആകെ ചീത്തയാവും. പിന്നെ ബാക്കി ക്ലയൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ ഈവനിങ് മാറ്റി വെച്ചു. ജ്യൂസ് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് നമ്മളത് ആദ്യം ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് ഗൈസ്. അതാണ് എൻ്റെ തലയിലൊക്കെ കാണുന്നത്. അപ്പം എൻ്റെ കൈ കടഞ്ഞപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവളാണ് എന്നെ ഹെൽപ്പാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. 50 പേരുണ്ട് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഇത് റെഡി ആയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി ഓടും, തന്നെ നിൽക്കാതെ ഓടും. അങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അവരെ ഏൽപ്പിച്ചു. ഇനി ഞാൻ കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ എന്ന് കരുതി. വേറെ ഒന്നുമല്ല, എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് ഭയങ്കര മടിയാണ്. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇതാണ് നമ്മളെ റംല താത്ത. ഇതാണ് നമ്മുടെ ഇതാണ് ഫൗസി താത്ത. മിലി എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ഫുഡിന്റെ ടൈം വരുമ്പോ നിന്റെ ഒപ്പം വരും താഴത്തേക്ക്. നമ്മള് ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ പോവാണ്. ലിപ് ബാം ഇല്ലാത്തൊരു കളിയില്ല. എങ്ങണ്ട് ഇപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറും ലിപ് ബാം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാ കോമഡി. ഇതാണ് നമ്മളെ ക്യാമറമാൻ ഫർസാന, ഭുവനൻ ചന്ദ്രൻ.
ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ജിമ്മ് ഫിറ്റ് ആൻഡ് ഗ്ലോ ചെയ്യണം. ഓ മൈ ഗോഡ്, ഇതാ എന്തെല്ലാം കാണണം ഗൈസ്. ബിരിയാണി അങ്ങനെ കുറച്ച് പേരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പിലായിരുന്നു. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വയർ ഫുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. പിന്നെ ബിരിയാണി ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇവർ എന്തുമ്മയാണ് ആ ഡെക്കറേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അത് വേറെ ഒന്നുമല്ല, കമ്പ്യൂട്ടർ മേട് കേട്ടോ. അത് ഓണേഴ്സ് അറിഞ്ഞാൽ മിക്കവാറും ഞങ്ങളെടുത്ത് എറിയും. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.